ഹലോ, 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 ഹലോ. ആ. ഹലോ, ഹലോ 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 കേൾക്കുന്നുണ്ടോ? ഹലോ. കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. ഒറ്റ സെക്കൻഡ് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്താലേ? ഹലോ. ഹലോ, സ്റ്റാർട്ട് ചെയ്യാം. ആരെങ്കിലും ഉണ്ടോ? ഓക്കെ. ഇതാണ് നമ്മുടെ സൈറ്റർ CRMൻ്റെ ഫസ്റ്റ് സ്റ്റേജ് വരുന്നത്. ഇവിടെ നമുക്ക് അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഏകദേശം ഉണ്ടാവും. അത് ജസ്റ്റ് റിലോട്ട് ചെയ്ത് പോവാം. പിന്നെ അതിന് നമുക്ക് സൈൻ ഇൻ ആണ്. സൈൻ അപ്പിൻ്റെ ഓപ്ഷൻ നമ്മളിപ്പോൾ കൊടുത്തിട്ടില്ല. നമുക്കൊരു സൂപ്പർ അഡ്മിൻ ഉണ്ടാവും. ആ സൂപ്പർ അഡ്മിനായിരിക്കും ഓരോ ഓർഗനൈസേഷനും ഓൺബോർഡ് ചെയ്യുന്നത്. അവർക്ക് എന്നിട്ട് ആ ഓർഗനൈസേഷൻ അഡ്മിന് സൂപ്പർ അഡ്മിൻ തന്നെ ഒരു മെയിലും പാസ്വേഡും സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അത് അവർ സെറ്റ് ചെയ്ത് തരുന്നത്. അതിനുശേഷം ആ ഓർഗനൈസേഷൻ അഡ്മിന് സൈൻ ഇൻ ചെയ്തിട്ട് അവരുടെ CRM പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്യാം. ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നത് അവർക്കൊരു ഡാഷ്ബോർഡാണ്. ആ ഡാഷ്ബോർഡിൽ അനലിറ്റിക്സ് ഉണ്ടാവും. അവർക്ക് ഏതൊക്കെ ലീഡ്സ് എത്ര ഉണ്ട്, ഓപ്പൺ എത്ര ലീഡുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടാവും. പിന്നെ ഫിൽട്രേഷൻ ഉണ്ട്. ഈ വീക്കിൽ എത്ര എണ്ണം വന്നു, ഈ മന്ത് എത്ര ഉണ്ട്, ഈ ക്വാർട്ടറിൽ എത്ര ഉണ്ട്, അങ്ങനത്തെ കുറച്ച് ഇതുണ്ട്. പിന്നെ കസ്റ്റമായിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാം. ഡേറ്റിൻ്റെ വെച്ചിട്ട് അത് നമുക്ക് പൈപ്പ് ലൈൻ വെച്ചിട്ടും ഫിൽട്രേഷനെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അനലിറ്റിക്സിൻ്റെ ഉള്ളിൽ വേറെ വരുന്നത് ടാസ്ക് എന്നുള്ള സെക്ഷനാണ്. ടാസ്ക് എന്നുള്ള സെക്ഷനാണ്. ടാസ്കിൻ്റെ ഉള്ളിൽ ഒരു യൂസറിന് അയാളുടെ ടീമിലുള്ളവരെ അല്ലെങ്കിൽ അയാൾക്ക് തന്നെ ടാസ്കുകൾ ക്രിയേറ്റ് ചെയ്ത് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ എന്നുള്ളത് സ്വന്തം ടാസ്ക്കാണ്. ഇത് അസൈൻഡ് ബൈ മീ. ഇപ്പോൾ നമ്മൾ ഓരോരുത്തർക്ക് കൊടുത്ത ടാസ്കുകൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓരോരുത്തർക്ക് എന്തൊക്കെ ടാസ്ക്കാണ് നമ്മൾ കൊടുത്തതെന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. അതാണ് അസൈൻഡ് ബൈ മീ എന്നുള്ള ഓപ്ഷനിൽ. അതാണ് ബേസിക്കായിട്ട് ഫസ്റ്റ് പേജിൽ വരുന്നത്. പിന്നെ നമ്മൾ ഫസ്റ്റ് പേജിൽ തന്നെ ഒരു ഗ്ലോബൽ സെർച്ച് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഓർഗനൈസേഷൻ അഡ്മിൻ്റെ സൈഡ് മെനുവിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ടാവും. പക്ഷേ ഒരു എംപ്ലോയി ആയിട്ട് കയറണമെങ്കിൽ ഇത്ര ഫീച്ചേഴ്സ് ഉണ്ടാവില്ല. അവർക്ക് കുറച്ചുകൂടി ലിമിറ്റഡ് ആയിരിക്കും ഫീച്ചേഴ്സ് വരുന്നത്. ഇവിടെ പ്രൈവറ്റ് മെട്രിക്സ് ഉണ്ട്. പ്രൈവറ്റ് മെട്രിക്സിനുള്ളിൽ നമുക്ക് അത്യാവശ്യമായിട്ട് നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ടാസ്ക് ഏതാണ്, അങ്ങനെ ഇവിടെ ഒരു ക്ലാസിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ആണെങ്കിൽ നമുക്കത് ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കാം. അതായത് നോട്ട് അർജൻറ്റ് ആവുന്ന രീതിയിൽ മാറ്റി വയ്ക്കാം. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ ടാഗ് മാറിക്കൊണ്ടിരിക്കും. പിന്നെ വരുന്നത് കമ്പനീസ് എന്നുള്ള സെക്ഷനാണ്. ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ മൾട്ടിപ്പിൾ കമ്പനീസ് വരും. ആ മൾട്ടിപ്പിൾ കമ്പനീസ് നമുക്കിവിടെ ആഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും.
അതുപോലെ ഈ കമ്പനിയുടെ അണ്ടറിലും വേണമെങ്കിൽ സബായിട്ടും വേണമെങ്കിൽ കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുന്നത് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്. ഓരോ കമ്പനിക്കും 2 ഡിപ്പാർട്ട്മെൻറ്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. നമ്മുടെ അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക് അവർക്ക് ആവശ്യമുള്ള വ്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ വരുന്ന സെക്ഷൻ യൂസർ ആൻഡ് റോൾസ് എന്നുള്ള സെക്ഷനാണ്. യൂസർ ആൻഡ് റോൾസിൻ്റെ ഉള്ളിൽ ഓരോ യൂസറിനും എന്തൊക്കെ പ്രിവിലേജസ് വേണം, എന്തൊക്കെ റോളുകൾ വേണം എന്ന കാര്യം നമുക്കിവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇവർക്കുള്ള പെർമിഷൻസ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് വെച്ച് നമുക്ക് പെർമിഷൻ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അതെല്ലാം അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്രയോറിറ്റി മെട്രിക്സും പെർമിഷൻ മെട്രിക്സും അവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ യൂസേഴ്സിന് ഇൻവൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ കമ്പനിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഓരോ യൂസേഴ്സിനെ ഓൺബോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ യൂസേഴ്സിന് ഏത് കമ്പനിയാണ് അവർക്ക് അസൈൻ ആയി കൊടുക്കാൻ, മൾട്ടിപ്പിൾ കമ്പനി ഉണ്ടോ, മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടോ, അവർക്ക് യൂസർ നെയിമും ഇമെയിലും പാസ്വേഡും സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അവർക്ക് ആവശ്യമുള്ള റോള് ഇവിടെ നിന്ന് കൊടുക്കാനുള്ള ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. ഇത്രയാണ് ഒരു ഓർഗനൈസേഷനുള്ള സെക്ഷനിൽ വന്നേക്കുന്നത്. പിന്നെ CRMലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷൻ സെയിൽസിൻ്റെ ഈ സെക്ഷനാണ്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഓരോ കമ്പനികൾ B2B അല്ലെങ്കിൽ B2C അക്കൗണ്ട്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യിക്കുന്നത്. ഈ അക്കൗണ്ട്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ലീഡുകളും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യണത്. കാരണം എന്നാൽ മാത്രമേ നമുക്ക് ആ കമ്പനിയുടെ പ്രീവിയസ് ഹിസ്റ്ററിയും അവരായിട്ടുള്ള റിലേഷനും എല്ലാം നമുക്ക് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. സോ അക്കൗണ്ട് വെച്ചിട്ടാണ് ഒരു CRMൽ ആദ്യത്തെ നമ്മുടെ ലീഡിൻ്റെ ക്രിയേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ശരിക്കും. അതുകൂടാണ്ട് ഓരോ അക്കൗണ്ട്സിനും നമുക്ക് കോണ്ടാക്ട്സ് ഉണ്ടാവും. അത് ആരെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത്, ഒരു കമ്പനി തന്നെ മൾട്ടിപ്പിൾ കോണ്ടാക്ട്സ് ഉണ്ടാവും. അത് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ടാറ്റ സ്റ്റീൽസ് തന്നെ 2 പേരെ കോണ്ടാക്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് വേണമെങ്കിൽ ഒരാൾ ഡിഫോൾട്ടായിട്ട് ഒരു യൂസറിന് വയ്ക്കാനുള്ള ഓപ്ഷൻ കൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു പ്രീലീഡ് ഫണലാണുള്ളത്. പ്രീലീഡ് ഫണൽ എന്ന് പറയുന്നത് നമുക്ക് പിന്നെ പ്രീലീഡ് ഫണൽ എന്ന് പറയുന്നത് നമുക്ക് പുറത്തുനിന്ന് വരുന്ന ഡാറ്റകളെല്ലാം നമുക്ക് മറ്റേ ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് ആഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് തന്നെ യൂസേഴ്സിനെ നമുക്ക് വൺസ് നമുക്ക് കോൾ ചെയ്ത് ഒരു ലീഡ് ആവാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അവരെ കൺവേർട്ട് ലീഡ് എന്നുള്ള ഓപ്ഷൻ വരുള്ളൂ. അതല്ലെങ്കിൽ ജസ്റ്റ് ഒരു യൂസറായിട്ട് മാത്രം അവിടെ ക്രിയേറ്റ് ചെയ്ത് കിട്ടും. നമ്മളവരെ വിളിച്ചില്ലെങ്കിൽ അത് നമുക്ക് നോട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട് മാർക്ക് ചെയ്യുക. അവരത് നമുക്ക് അതിന് അവിടെ ചെന്ന് ഒഴിവാക്കി വിട്ടണമെങ്കിൽ ഇവിടെ നമ്മുടെ ലീഡിൻ്റെ ഫണ്ടിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമില്ലാത്ത ഒരു ലീഡ് അവിടെ ഉണ്ടാവില്ല. നമ്മൾ ഇവിടെ വെച്ച് തന്നെ സോർട്ട് ചെയ്തിട്ടേക്ക് നമ്മൾ അപ്പുറത്തേക്ക് വരുന്നത്. ഇപ്പം നമ്മൾ കൺവേർട്ട് ലീഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ലീഡ് എന്നുള്ള സെക്ഷൻ ഉണ്ടാവും. ആ ലീഡിൻ്റെ ഉള്ളിൽ ഓരോരോ പൈപ്പ് ലൈൻസ് ഉണ്ടാവും. ആ പൈപ്പ് ലൈനിനുള്ളിലേക്ക് ഏത് പൈപ്പ് ലൈൻ ഉണ്ടാവും ആ പൈപ്പ് ലൈനിലേക്കായിരിക്കും നമ്മൾ ആ ലീഡിനെ പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ എൻ്റർപ്രൈസിൽ നിന്നുള്ള പൈപ്പ് ലൈൻ മാത്രമാണ് ഈ യൂസറിന് കാണാനുള്ള ഓപ്ഷൻ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് മാത്രം കാണുന്നത്. ശരിക്കും ഈ കമ്പനിയിൽ 2 പൈപ്പ് ലൈൻ ഉള്ളത്. ഫീൽഡ് സർവീസ് എന്നിട്ട് പൈപ്പ് ലൈൻ ഉണ്ടായി, അതിൽ 0 ലീഡ്സ് ആണുള്ളത്. അതുകൊണ്ടാണ് കാണിക്കാത്തത്. പിന്നെ നമുക്ക് കസ്റ്റമായിട്ടുള്ള സ്റ്റേജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ സ്റ്റേജ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് പൈപ്പ് ലൈൻ എന്നുള്ള ഈ സെക്ഷൻ വെച്ചിട്ടാണ്. നമുക്ക് ഓരോ ലീഡിന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് ഓരോരോ സ്റ്റേജിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അലർട്ട് ഓപ്ഷൻ വരും. നമുക്ക് മൂവ് ചെയ്യണോ വേണ്ടതെന്നുള്ളത്. അപ്പോൾ മൂവ് ചെയ്യണമെങ്കിൽ മൂവ് ചെയ്താൽ ചില സമയത്ത് നമുക്ക് കസ്റ്റമായിട്ട് റിക്വയർഡ് ടാസ്ക് വേണമെങ്കിൽ അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ റിക്വയർഡ് ടാസ്ക് വേണമെങ്കിൽ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് അല്ലാണ്ട് നമുക്ക് സ്റ്റേജിലേക്കുള്ള മൂവ്മെൻറ്റ് നടക്കില്ല. നമുക്കിവിടെ നമുക്ക് അതുപോലെ തന്നെ ഫിൽട്രേഷൻ്റെ ഓപ്ഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പൈപ്പ് ലൈൻ ഉള്ളത്, പൈപ്പ് ലൈനിലാണ് നമ്മൾ കസ്റ്റമായിട്ടുള്ള പൈപ്പ് ലൈൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. എൻ്റർപ്രൈസ് സെയിൽസ്, ജസ്റ്റ് ഇപ്പോൾ സെയിൽസ്, ഫീൽഡ് സർവീസ്, അങ്ങനെ നമുക്ക് കസ്റ്റമായിട്ടുള്ള ഓരോരോ
പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്യണ സ്ഥലം. അതിൻ്റെ ഒപ്പം തന്നെ ഓരോ പൈപ്പ് ലൈനിലും പുതിയ സ്റ്റേജസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പൈപ്പ് ലൈനിൽ എത്ര സ്റ്റേജസ് ഉണ്ടെന്നുള്ളത് ഇവിടെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് അതിൻ്റെ ഓപ്ഷൻ നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് നമുക്ക് അതിൻ്റെ സ്റ്റേജിൻ്റെ ഓർഡർ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ എത്ര സ്റ്റേജ് ഉണ്ട് ആ സ്റ്റേജിനെല്ലാം നമുക്ക് നേരത്തെ പറഞ്ഞാൽ റിക്യൂ ടാസ്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും. ആ റിക്യൂ ടാസ്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ റിക്യൂ ടാസ്ക് കംപ്ലീറ്റ് ആവാണ്ട് നമുക്ക് ഒരു സ്റ്റേജിൽ നിന്ന് മറ്റേ സ്റ്റേജിലേക്കുള്ള മൂവ്മെൻറ്റ് സാധിക്കില്ല. നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ടാസ്കുകൾ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ടാസ്ക് കഴിഞ്ഞാൽ മാത്രം മറ്റു ടാസ്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന രീതിയിലും നമുക്ക് ടാസ്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് ലീഡ്സും ഈ ഇതിൽ കൂടി ഉള്ളത്. പിന്നെ നമുക്ക് വരുന്നത് ടാസ്ക് എന്നുള്ള സെക്ഷനാണ്. ഇത് നമ്മൾ ഫസ്റ്റ് പേജിൽ പറഞ്ഞ പോലെ തന്നെ ടാസ്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ സ്റ്റാറ്റസുകൾ അനുസരിച്ച് നമുക്ക് സോർട്ട് ചെയ്യാം. അതല്ല പ്രയോറിറ്റി, പിന്നെ ഏതൊക്കെയാണ് ഡ്യൂ ഡേറ്റ് അയക്കുന്നത്, അതെല്ലാം നമുക്ക് ഇവിടെ വെച്ച് കാണാൻ പറ്റും. പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ ടാസ്കുകൾ നമുക്കിവിടെ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഒരു ടാസ്ക് ക്രിയേറ്റ് ചെയ്യണത് അപ്രൂവലിന് വെച്ചിട്ടുള്ള ടാസ്ക് ആണെങ്കിൽ ആ സെക്ഷൻ വരാൻ പോകുന്നത് വെയിറ്റ് ഫോർ റിവ്യൂ എന്ന് നമ്മളിപ്പോൾ നമുക്കൊരു റിക്വയർഡ് ടാസ്ക് റിവ്യൂവിന് വെയിറ്റ് ചെയ്യേണ്ട ടാസ്ക് നമ്മൾ അസൈൻ ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സെക്ഷനെല്ലാം കാണുന്നത് നമ്മുടെ ഇവിടെയാണ്. പിന്നെ അത് അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ അത് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളായിട്ട് എന്തെങ്കിലും ടാസ്കുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കാണാനായിട്ട് റിവ്യൂ എന്നുള്ള സെക്ഷനിലേക്കും നമുക്കത് കാണാൻ പറ്റുക. ഇപ്പോൾ കറണ്ട് ഇവിടെ ഒന്നും നമ്മളങ്ങനെ സെറ്റ് ചെയ്തിട്ടില്ല, കാരണം കഴിഞ്ഞ ദിവസം ഡാറ്റ എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് ഇവിടെ ഒന്നും ഇപ്പോൾ ഇല്ല. അതുപോലെ തന്നെ റിക്വയർ ടാസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്കൊരു നോട്ടിഫിക്കേഷൻ ആയിട്ട് കാണാൻ പറ്റും. നമുക്ക് ആക്ഷൻ ആയിട്ടുള്ളത് അങ്ങനത്തെ ഫിൽട്രേഷൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡോക്യുമെൻ്റ് എന്നുള്ള സെക്ഷനാണ്. നമുക്കിവിടെ വേണമെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് നമുക്ക് അപ്ലോഡ് ചെയ്ത് വെക്കാം. ഇൻ കേസ് എന്തെങ്കിലും റെഫറൻസ് എന്തെങ്കിലും കാര്യങ്ങൾക്കാണെങ്കിൽ. അതുപോലെ തന്നെ നമുക്ക് കസ്റ്റമായിട്ടുള്ള കോഡ്സ് അല്ലെങ്കിൽ പ്രൊപ്പോസൽസ് നമുക്ക് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ക്രിയേറ്റ് ചെയ്യുമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ടെംപ്ലേറ്റിൽ പോയിട്ട് നമ്മൾ കസ്റ്റമായിട്ട് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യും. പർച്ചേസ് ഓർഡർ എന്നുള്ള ടെംപ്ലേറ്റ് ഉണ്ടെങ്കിൽ ആ പർച്ചേസ് ഓർഡർ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ കസ്റ്റമായിട്ട് പുതിയ എന്തെങ്കിലും ഫീൽഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അങ്ങനത്തെ ഒരു പർച്ചേസ് ഓർഡറിൻ്റെ ടെംപ്ലേറ്റാണ് ഞാൻ ചൂസ് ചെയ്ത്. അപ്പോൾ ആ പർച്ചേസിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം എന്നുള്ളത് ഇതെല്ലാം ഓരോ വേരിയബിൾസ് പോലെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കസ്റ്റമായിട്ട് ആഡ് ചെയ്യാം. ഇത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. നമുക്ക് ഡിവൈഡർ ആഡ് ചെയ്യാം. അങ്ങനെ നമുക്കൊരു ഫോർമാറ്റിൽ നമുക്ക് ഒരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. ആ ഡോക്യുമെൻറ്റ് നമ്മൾ സേവ് ചെയ്യണമെങ്കിൽ പിന്നീട് നമ്മൾ പുതിയൊരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരാൾ സെലക്ട് ചെയ്ത് നമുക്ക് ഏത് ഡോക്യുമെൻറ്റ് ടൈപ്പാണ് സെലക്ട് ചെയ്യുക. PO ടെസ്റ്റിംഗ് ഉള്ള ഡോക്യുമെൻ്റാണ് ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്തത്. ആ ടെംപ്ലേറ്റ് ഞാൻ സെലക്ട് ചെയ്തു. നെക്സ്റ്റ് ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. നമ്മളവിടെ കൊടുത്ത വാല്യൂസ് നമുക്കിവിടെ ആഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും. എത്ര ക്വാണ്ടിറ്റിയാണ്, എത്ര ഇതാണ്, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ നമുക്ക് പ്രിവ്യൂ എന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മളുടെ ആഡ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത കാര്യങ്ങളായിരിക്കും നമ്മുടെ ഓരോ സെക്ഷനിൽ നമ്മൾ വേണ്ടത്. കാരണം ആ കമ്പനീനെ വാല്യൂസാണ് ഇങ്ങോട്ട് പാസ് ചെയ്തിരുന്നത്. നമ്മളവിടെ എല്ലാം വേരിയബിൾസാണ് സെറ്റ് ചെയ്തത്. സോ ആ വേരിയബിൾസെല്ലാം ഇവിടേക്ക് പാസ് ചെയ്ത് തന്നിട്ടുള്ളൂ. പിന്നെ നമുക്ക് കസ്റ്റമായിട്ട് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഒന്നുകൂടി വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതിനുശേഷം സേവ് ചെയ്യണമെങ്കിൽ നമുക്കൊരു പ്രപ്പോസൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് പ്രപ്പോസൽ ക്രിയേറ്റ് ചെയ്യാം. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്.
അതിൽ പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്കിവിടെ മെയിനായിട്ട് നമുക്ക് ഓഡിറ്റ് ലോഗ് ആണ്. ഏതൊക്കെ യൂസേഴ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ചെയ്തതെന്നുള്ളത് ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്ത് തൊട്ടിട്ട് ഓരോ ടെംപ്ലേറ്റ് ഇപ്പോൾ നമ്മൾ PO ടെസ്റ്റ് എന്നുള്ളൊരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തു. ആ ടെംപ്ലേറ്റ് നമ്മൾ വെച്ച് ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്തു. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇത്രയാണ് ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഫ്ലോയിൽ ഒരു CRMന്റെ ബേസിക് ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ. എനി ഡൗട്ട്സ്? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഹലോ ഹലോ കേൾക്കുന്നില്ല. കഴിഞ്ഞു. ഡൗട്ട് ഉണ്ടോന്ന് ചോദിച്ചത്. ഓക്കെയാണ്. ഓക്കെ ഇല്ല ആണോ? ഡൗട്ട് ഒന്നും. ഓക്കെ ജിജോ ഓക്കെ അല്ലേ? നീ ഓക്കെയാണ്. താങ്ക് യു. മനു ഹലോ എക്കോ ഉണ്ട്. ഓക്കെ ആണോ? CRMന്റെ കാര്യം മൊത്തം ഞാൻ പറഞ്ഞ ഇത് ഓക്കെ ആണോ? ഡൗട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ? മനു ഹലോ ആ ഇതിനകത്ത് നമുക്ക് പറഞ്ഞു ചേച്ചി. കൊട്ടേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുമോ? എങ്ങനെയാണ് ലീഡ്സിന്ന്? മീൻസ് ലീഡ്സ് ലീഡ്സ് ഒന്ന് ആ ഇവിടെ നമുക്ക് ഓരോ ഇതുണ്ട്, സ്റ്റേജസ് ഉണ്ട്. ആ സ്റ്റേജിൽ നമ്മളിപ്പോൾ കൊട്ടേഷനിലേക്ക് പോകണമെങ്കിൽ നമ്മൾ മറ്റേ പ്രപ്പോസൽ ക്രിയേറ്റ് പ്രപ്പോസലിന് മുമ്പല്ലേ നമ്മൾ കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യണത്. ആദ്യം പ്രപ്പോസൽ, ആദ്യം ലീഡ് വരുന്നു. ലീഡ് വന്നിട്ട് പ്രപ്പോസൽ കൊടുത്തിട്ട് അല്ലെ? അതന്നെ കൊട്ടേഷനും കൊട്ടേഷൻ. ഇപ്പൊ നമ്മൾ ക്വാളിഫിക്കേഷൻ സ്റ്റേജിലെത്തി. ഇവിടെ നമുക്കൊരു ക്വാളിഫൈഡ് എന്നുള്ള സെക്ഷൻ വന്നു. ആ ക്വാളിഫിക്കേഷനിൽ നമ്മൾ ഒരു ടാസ്ക് എന്നുള്ള കൊട്ടേഷൻ എന്ന് പറഞ്ഞതാണ്. ഇത് റിക്വയർഡ് അറ്റാച്ച്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ആഡ് ചെയ്ത് ഇനി ഞാൻ എൻ്റെ പൈപ്പ്ലൈനിൽ പോയിട്ട് ഞാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ എനിക്ക് ടാസ്ക് ഉണ്ട്. ഈ റിക്വയർഡ് ടാസ്ക് ക്രിയേറ്റ് ചെയ്താൽ മാത്രമാണ് എനിക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാനുള്ള ഓപ്ഷൻ വരുള്ളൂ. അപ്പൊ ഞാൻ ആർക്കാണ് അസൈൻ ചെയ്തേക്കുന്നത്, ആ അസൈൻ ചെയ്ത ആൾക്ക് ഇവിടെ റിക്വയർഡ് ടാസ്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഞാൻ അഡ്മിൻ അതിന്റെ പേരിൽ എനിക്ക് ഇവിടെ പെൻഡിങ് ആയിട്ടുള്ള കാര്യമുള്ളൂ. ഇപ്പൊ ഞാൻ ആർക്ക് അസൈൻ ചെയ്തെന്ന് വെച്ചാൽ ആ ലീഡ് ക്രിയേറ്റ് ചെയ്ത ആൾക്കാർക്കും ആ ടാസ്ക് വന്നേക്കുന്നത്. അപ്പൊ അവർക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ അഡ്മിൻ അതിന്റെ പേരിൽ അഡ്മിന് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, അഡ്മിനെ വേറൊരാൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ അവർക്ക് വേണമെങ്കിൽ ആ കൊട്ടേഷൻ ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ അഡ്മിന് റിവ്യൂ പാനലിൽ പോയാൽ റിവ്യൂ ചെയ്യാൻ പറ്റും, അപ്രൂവ് ചെയ്യാൻ പറ്റും, റിജക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഒന്നും കൂടി കറക്ഷൻ അപ്രൂവ് ചെയ്താലാണ് അപ്രൂവ് ചെയ്താലാണ് ഈ സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് പോകാനുള്ള ഓപ്ഷൻ കിട്ടുള്ളൂ. ഈ റിക്വയർഡ് ടാസ്ക് എന്നുള്ള സാധനം ക്ലിയർ ആയി പോകും. അപ്പൊ ചില യൂസേഴ്സിന് ഇത് ഓവർ ചെയ്യാനുള്ള പെർമിഷൻ കൂടി അഡ്മിൻ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പൊ ചില കേസിൽ നമുക്ക് അതിന്റെ ആവശ്യം ഉണ്ടാവില്ല. കൊട്ടേഷനിലെ ഡേറ്റ അവസാനത്തെ ഫൈനൽ സ്റ്റേജ് വരെ പോകാനായിട്ട് ജസ്റ്റ് വാക്കാലുള്ള ഉറപ്പ് മാത്രം മതി എന്നുള്ള രീതിയിൽ പോകണമെങ്കിൽ ഓക്കെ ആയിട്ട് പോകാൻ പറ്റും. വേറെ പ്രപ്പോസലിന് നെഗോസിയേഷൻ വരുന്നുണ്ടെങ്കിൽ അത് ഇതെല്ലാം കസ്റ്റമായിട്ടുള്ള ഫീൽഡാണ്. ഇത് കസ്റ്റമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എല്ലാം കസ്റ്റമായിട്ട്. അപ്പൊ നമുക്ക് വേണ്ടെങ്കിൽ നമുക്ക് പുതിയ സ്റ്റേജ് ക്രിയേറ്റ് ചെയ്യാം. ഓരോ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ അഡ്മിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇതെല്ലാം കാര്യങ്ങളൊക്കെ കാണുന്നത് ഈ നമ്മുടെ പൈപ്പ് ലൈനിലുള്ള ലീഡ്സും കാര്യങ്ങളൊക്കെ ഇന്നതാണല്ലോ. ഇത് പൈപ്പ് ലൈനിലുള്ള ഓപ്ഷൻ ശരിക്കും സാധാരണ യൂസേഴ്സിന് വരില്ല. ഇത് അഡ്മിൻ, ഓർഗനൈസേഷൻ അഡ്മിൻ, അങ്ങനത്തെ ടീം ലീഡ് അങ്ങനത്തെ ഉള്ളവർക്ക് മാത്രം വരുള്ളൂ. സാധാ യൂസേഴ്സിന് ജസ്റ്റ് ലീഡിന് മാത്രം ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവർക്ക് എന്തൊക്കെ ഉള്ളതെന്ന് അറിയാൻ പറ്റില്ല. എത്ര പൈപ്പ് ലൈൻ ഉണ്ടെന്നൊക്കെ അവർക്ക് അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം അവർക്ക് കാണാനുള്ള ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുള്ളൂ.
ആ ഇപ്പൊ മറ്റേ സാറിന് ഒക്കെ ആകുമ്പോഴത്തേക്ക് റിപ്പോർട്ടിങ്ങിൽ കാണാൻ പറ്റും അല്ലേ? നമ്മുടെ പൈപ്പ് ലൈനിൽ എത്ര ലീഡ്സ് ഉണ്ട്, എത്ര എത്ര ക്ലോസ് എത്ര ലീഡ്സ് ആവുന്നുണ്ട്, ഉണ്ട്. ഈ എല്ലാം ഡാഷ്ബോർഡ് എന്നുള്ളതും അത് അവർക്ക് മാത്രം കാണാനുള്ള ഡാഷ്ബോർഡ് ഓപ്ഷൻ ഉള്ളൂ. പറ്റുള്ളൂ ഈ അല്ലേ? ഡാഷ്ബോർഡ് സാധാ യൂസേജിന് ജസ്റ്റ് ഈ ടാസ്ക് എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ മാത്രമേ അത് കാണാനായിട്ട്. നമുക്ക് പക്ഷെ എല്ലാ ലീഡ്സും കാണാൻ പറ്റുമല്ലോ. ലീഡ്സ് ഉള്ളത് എല്ലാ കാണാൻ ലീഡ്സ് പറ്റും. വേറെ യൂസ് ഒന്നും കിട്ടിയില്ല നീ കാണിച്ചതിന്. എംപ്ലോയി എന്നുള്ള യൂസ് ഉണ്ടായിരുന്നെങ്കിൽ എംപ്ലോയി എന്നുള്ള യൂസ് ഇതിലില്ല. എംപ്ലോയി ആണെങ്കിൽ ഇത്രയും ഫീൽഡ്സ് ഉണ്ടാവില്ല നമുക്ക്. ഉണ്ടാവില്ല. ജസ്റ്റ് സൈറ്റ് മെനുവിൽ ലീഡും തന്നെ കാര്യങ്ങളും നമുക്ക് മാത്രം ഇത് കാണാൻ പറ്റും. ഇവിടെ തന്നെ പ്രീ ലീഡ് ഉണ്ടാവും, ലീഡ് ഉണ്ടാവും, കോണ്ടാക്ട് ഉണ്ടാവും, അക്കൗണ്ട് ഉണ്ടാവും. അത്ര സെക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ ജയശ്രീ ചേച്ചിക്കൊക്കെ മനസ്സിലായോ കാര്യങ്ങളൊക്കെ? മോഡൂല് കൂടുതലും ചെയ്യുന്ന ആൾക്കാര് പ്രപ്പോസലിന്റെ ആ ഭാഗം വന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങോട്ട് അത് ചെയ്യുന്നതിന്റെ ആ ചെയ്ത് റൂളെന്നാ അങ്ങനെ ഇട്ടാലല്ലേ നമുക്ക് അറിയുള്ളൂ. അതെ, അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കയറിയാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതെ. അതെ. ഒരു ഐഡിയ കിട്ടിയില്ലേ ഓക്കെ. എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഒരു ഇത് കിട്ടി. കിട്ടി. ഓക്കെ മനു, താങ്ക് യു. താങ്ക് യു മനു. ഓക്കെ സമയം പെട്ടെന്ന് തീർത്തത് കുഴപ്പമില്ലല്ലോ. മനസ്സിലായില്ലേ പരിപാടി? വെബിനാർ കഴിഞ്ഞിട്ടോ? താങ്ക് യു. ഓക്കെ താങ്ക് യു. ബൈ ബൈ.